ഹലോ, ഞാൻ സിദിനാൻ്റെ ഉമ്മയാണ്. ഉമ്മയാണോ എന്ന് ചോദിച്ചാൽ ഉമ്മയല്ല, പെറ്റാച്ചയാണ്. ഉമ്മയാണെന്ന് പറയാനുള്ള കാരണം അവൻ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, എൻ്റെ മോനായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഉമ്മ എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ കണ്ണൂർ ടൗണിലാണ് താമസം. ഇവർ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് ഇവൻ്റെ ഉമ്മയും ഒക്കെ താമസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം പോയാൽ ഇവൻ കയറി വണ്ടിയിലിരിക്കുമായിരുന്നു. വീട്ടിൽ ഞാൻ കണ്ണൂരാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൂടെ താമസിക്കാൻ എന്തോ ഒരു ഇഷ്ടം കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ബ്രദറിനോട് പറഞ്ഞപ്പം അവനെ തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ബ്രദറും വെറുതെ തമാശ രൂപത്തിൽ എടുത്തോ എന്നായി. അത് പിന്നെ കളി കാര്യമായി. ഹസ്ബൻഡിനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് പ്രസവിക്കാണ്ട് ഒരു കുഞ്ഞിനെ കിട്ടിയില്ല, അതും ഇത്രയും നല്ല കഴിവുള്ള ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ. സ്വന്തം പ്രസവിച്ച കുട്ടിക്ക് നമ്മൾ ചെയ്യുമല്ലോ, പേരൻസ് എന്നുള്ള നിലക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. അതിനങ്ങനെ കണ്ടാൽ മതി എന്നാ മൂപ്പര് എന്നോട് പറഞ്ഞു. ഞാൻ എപ്പോഴും ടോപ്പ് സിംഗർ സീസൺ 1ഉം സീസൺ 2ഉം കാണാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൽ ആ സ്റ്റേജിൽ കയറണമെന്നും ആ ജഡ്ജസിനെയൊക്കെ കാണണമെന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും പിന്നെ ആൻറ്റിക്കും ഉണ്ടായിരുന്നു. ചില കുട്ടികൾ പാടിയിട്ട് ജഡ്ജസ് എണീറ്റ് കൈയടിക്കുന്ന സമയത്ത്, അവർ സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോനെ അവിടെ പാടിയിട്ട് ഇതുപോലെ ജഡ്ജസിന് എണീറ്റ് നിന്ന് അവർ കൈയടിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ TV കാണുമ്പോൾ ഞാൻ ഇവൻ്റെ തോളത്ത് തട്ടിയിട്ട് വരും, സിദിനാനെ വെയിറ്റ് ആൻഡ് സീ, നമ്മളും ഇതുപോലെ ആവുന്നു. അപ്പം അതെന്തായാലും ഫസ്റ്റ് ഓഡിഷനിൽ തന്നെ പറ്റിയിട്ടുണ്ട്. ആ സെലക്റ്റായ മൊമെൻറ്റ്, അതിനെപ്പറ്റി ഒന്നും പറയാൻ എനിക്ക് വാക്ക് കിട്ടുന്നില്ല. ഇപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് അത്യാവശ്യം അവൻ്റെ ഉമ്മാൻ്റെ അടുത്തും പോണല്ലോ. വെക്കേഷനൊക്കെ ഇപ്പൊ പഠിത്തമൊക്കെ എൻ്റെ അടുത്ത് ആയത് കാരണം വെക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇവനെ കാണുക. അവൻ ചിലപ്പോൾ അങ്ങോട്ട് 2 ദിവസം പോയി താമസിക്കാൻ വേണ്ടി പോയാൽ എൻ്റെ ഉള്ളിൽ അത്രയും എനിക്കത് പറ്റുന്നില്ല, പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. പെറ്റാച്ചയ്ക്ക് എന്നെ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് എന്നെ എപ്പോഴും ഇങ്ങനെ പാട്ട് മാത്രം പഠിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും പാട്ട് ഓർമ്മിക്കും, എന്നിട്ട് അത് പറഞ്ഞുതരും, അത് പഠിപ്പിക്കും. അങ്ങനെ ഞാൻ പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയും. അങ്ങനെ പിന്നെ ആൻറ്റിൻ്റെ മക്കളെ കാണുമ്പോൾ തന്നെയാണ് എന്നെയും കാണുന്നത്. ഞാൻ ചോദിക്കും ഇടക്ക്, നീ എന്നെ വിട്ട് പോകുന്നു ചോദിക്കുമ്പോൾ ഒരു പോകുന്നില്ല. ആഹാ താജേ, ഇത് ശരിക്കൊരു റിയൽ ലവ്, സത്യസന്ധമായ സ്നേഹം. ഞാനൊരു സിനിമ കണ്ടതുപോലെ എനിക്ക് തോന്നി. സത്യം, അതിനകത്തുള്ള ഒരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ട്രൂ. മാത്രമല്ല റിയൽ സ്നേഹമാണ്. കുറച്ചു നേരം ഞാനിങ്ങനെ വാക്കുകളില്ലാതായി. ആദ്യത്തെ ബോണ്ടിന് പ്രസവിക്കണം എന്ന് നിർബന്ധമില്ല. അതല്ലാണ്ടുള്ളൊരു അമ്മയുടെ ഒരു വികാരം, അതൊരു ഭയങ്കര ഒരു ബോണ്ടാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹാർട്ട് ടച്ചിങ് സ്റ്റോറി. ഇപ്പോൾ കണ്ടത് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, മോനോട് കൂടുതൽ അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. മോന്റെ ഉപ്പയുടെ സിസ്റ്റർ മോനെന്താ വിളിക്കുക? പെറ്റാച്ച. പെറ്റാച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെറ്റാച്ചയ്ക്ക് എത്ര മക്കളുണ്ട്? 2. അപ്പൊ നിങ്ങളെല്ലാം ഒരുമിച്ചാണ് അല്ലേ ഒരു വീട്ടില്? മോന്റെ സംഗീതം ഡെവലപ്പ് ചെയ്യാൻ പോലും അവിടെ നിന്നല്ലേ സപ്പോർട്ട് അല്ലേ? ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹം അറിയിക്കണം കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് മോൻ ഇതുപോലെ നന്നായി പാടി ഞങ്ങൾ ഇനിയും എണീറ്റ് നിന്ന് കൈയടിക്കും കേട്ടോ. പെറ്റാച്ചിയോട് എൻ്റെ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം പറയണേ തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ബിന്നി ആൻറ്റിക്കും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, നമ്മൾ എത്രയോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു അല്ലേ. അപ്പോൾ ഓരോ കുട്ടികൾ പാടുമ്പോഴും എനിക്ക് തോന്നും എൻ്റെ കുട്ടി പോലെ തന്നെയാണ് നമ്മൾ പാടുന്നതൊക്കെ നമ്മുടെ കുട്ടികൾ
നല്ലോണം പാടി നല്ല പേരെടുത്ത് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? സോ അപ്പോൾ അവര് തന്നെ അപ്പോൾ സ്വന്തം മകനായിട്ട് കണ്ട് അല്ലേ, നിങ്ങൾ തന്നെ ഒരു വലിയ പാട്ടുകാരായിട്ട് വരണം എന്ന് നിങ്ങളുടെ സക്സസ് ആണ് അവരുടെ സത്യത്തിൽ സക്സസ് ആയിട്ട് അവർ കാണുന്നു അല്ലേ? അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ പെത്താച്ചയോട് പറയണേ, ഇനിയും ഇങ്ങനെ ഒരുപാട് സ്റ്റാർ കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കും, തീർച്ചയായിട്ടും തെളിയിക്കും.